നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 20 മേശയുടെ വിറ്റ വിലയും 12 മേശയുടെ വാങ്ങിയ വിലയും തുല്യമായാൽ നഷ്ടശതമാനം എത്ര എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, 20 മേശ വിറ്റപ്പോൾ 12 മേശയെ വാങ്ങിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നഷ്ടമാണ് ഉറപ്പായിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ കാണാം, 20 മേശയുടെ വിറ്റ വിലയെ നമുക്ക് 20 ഇൻറ്റു വിറ്റ വില എന്ന് എഴുതാം, സമം 12 മേശയുടെ വാങ്ങിയ വിലയെ നമുക്ക് 12 ഇൻറ്റു വാങ്ങിയ വില എന്ന് എഴുതാം. ഇത് നമുക്ക് ഈ രീതിയിൽ കൂടെ മാറ്റി എഴുതാം, വിറ്റ വില ബൈ വാങ്ങിയ വില സമം 12/20. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് നോക്കുക. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വിറ്റ വില ഇൻറ്റു 20 കണ്ടോ, വിറ്റ വില ഇൻറ്റു 20 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ 12 ഇൻറ്റു വാങ്ങിയ വില, 12 ഇൻറ്റു വാങ്ങിയ വില. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നഷ്ടമല്ല 20, ഇത് കാണണം, 20ൽ നിന്ന് 12 കുറക്കുക, 8 എഴുതുക. താഴത്ത് എപ്പോഴും വാങ്ങിയ വിലയാണ്, അത് 20 എഴുതുക. ശതമാനം കാണാനായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു 0 പോവും, ഈ ഒരു 0 പോവും. പിന്നെ ഈ ഒരു 2നെ കട്ട് ചെയ്യാം, 8നെ കട്ട് ചെയ്യാം, 4 കിട്ടും. 4 ഇൻറ്റു 10 എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എത്രയാണ്? 40% നമ്മുടെ ആൻസർ. ഓക്കേ.